Good evening, Chef. Welcome to Jain University. Welcome to the Summit of Future. ഷെഫ് പിള്ളയെക്കുറിച്ച് മലയാളികൾക്ക് ഇനി അറിയാനൊന്നും ബാക്കിയില്ല എന്നൊരു പ്രശ്നം നമ്മൾ ഈ കോൺവെർസേഷൻ ആരംഭിക്കുമ്പോൾ ഉണ്ട്. എവ്രി വൺ നോസ് യുവർ സ്റ്റോറി. എവിടെ നിന്നാണ് ഷെഫ് ആരംഭിച്ചത്, എന്തായിരുന്നു ഷെഫിൻ്റെ ജേർണി, എങ്ങനെയാണ് ഷെഫ് തിരിച്ചെത്തിയത്, ഇതെല്ലാം മലയാളികൾക്കറിയാം. ഞാൻ ഷെഫിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന സമയത്ത് അനുഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ടും അത് തന്നെയായിരുന്നു. ഷെഫിനെക്കുറിച്ച് ആർക്കും അറിയില്ലാത്ത കാര്യങ്ങൾ വളരെ ചുരുക്കമാണുള്ളത്. യുവർ സക്സസ് സ്റ്റോറി ഈസ് സോ പോപ്പുലർ വിത്ത് പീപ്പിൾ. അപ്പം ഐ തോട്ട് വിൽ സ്റ്റാർട്ട് ഓൺ എ ഡിഫറെൻറ്റ് നോട്ട്. നമ്മൾ ഷെഫിൻ്റെ സക്സസ് സ്റ്റോറീസ് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷേ ഡെഫിനറ്റ്ലി ദ ജേർണി വാസ് ചലഞ്ചിങ്. ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടാവാം, ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ടാവാം. നമ്മൾ സക്സസ്ഫുൾ ആയൊരു ഫിഷ് നിർവ്വാണയെക്കുറിച്ചേ കേട്ടിട്ടുള്ളൂ, പക്ഷേ സക്സസ്ഫുൾ ആവാത്ത ഒരുപാട് ഡിഷസ് ഉണ്ടാവാം. 30 ബ്രാഞ്ചുകളിലായിട്ട് നിൽക്കുന്ന RCP വെഞ്ചർ ഉണ്ട്, പക്ഷേ അതിനും ഒരു മേ ബി ഒരു ഫെയിൽഡ് എക്സ്പെരിമെൻറ്റ് അതിന് മുൻപുണ്ടാവാം. വാട്ട് വാസ് യുവർ ബിഗസ്റ്റ് ഫെയിലിയർ ഡ്യൂറിങ് ദിസ് ജേർണി? താങ്ക് യു. ഫസ്റ്റ് ഓഫ് ഓൾ, എനിക്കങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ ആ ഒരു രീതിയിൽ പറയുമ്പോൾ എൻ്റെ ഒരു ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ലൈഫായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എൻ്റെ ജനിച്ചു വളർന്ന സാഹചര്യം, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ, അല്ലെങ്കിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഇപ്പം നിൽക്കുമ്പം എല്ലാം ഒരു തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാം ഒരു എക്സ്ട്രാ ബോണസായിട്ടാണ് കാണുക. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ഫെയിലിയർ ഫീൽ ഒന്നും ഉണ്ടല്ലോ. ഇനിയിപ്പോൾ ഉണ്ടായാൽ പോലും ഒരു കൊല്ലം പോലൊരു കൊല്ലത്തെ ഒരു സാധാരണ ഒരു ദ്വീപ് ആയിട്ടുള്ളൊരു പഞ്ചായത്ത് തെക്കുംഭാഗം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ ജനിച്ചിട്ട് എനിക്ക് അൺഫോർച്ചുനേറ്റ്ലി 10ാം ക്ലാസ് വരെ പഠിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റാണ്ടായിട്ട് ഇതൊക്കെ പറ്റുന്നു. എനിക്കൊരു ബ്രിട്ടനിൽ പോയി ഒരു 16 വർഷം വിഖ്യാതമായ കുറേ ഭക്ഷണശാലകളിലും അല്ലെങ്കിൽ കുറേ ഗ്രേറ്റസ്റ്റ് ഷെഫ്സിൻ്റെ കൂടെയൊക്കെ ജോലി ചെയ്യാനൊക്കെ പറ്റുന്നു. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും പോകാൻ പറ്റും. ഇതുപോലെയൊക്കെയുള്ള ഒത്തിരി ആൾക്കാരെയൊക്കെ കാണാൻ പറ്റിയതും ഒക്കെ നോക്കുമ്പോൾ എനിക്കെല്ലാം പ്ലസ് ആണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഒരു നോർമൽ ഫെയിലിയർ വന്നാൽ പോലും എന്നെ അത് ഫീൽ ചെയ്യുകയോ അല്ലെങ്കിൽ അതൊന്നും അങ്ങനെ ഒരു എഫക്റ്റീവായിട്ട് വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ കരിയറിനകത്ത് ഈ ഒരു ബിൽഡ് ചെയ്യാനായിട്ടൊരു 30 വർഷം എടുത്തപ്പം കുറേ ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, പല റിജക്ഷൻസ് വന്നിട്ടുണ്ട്, പലപ്പോഴും നമുക്ക് തഴയപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ എപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ല ഒരു ഇൻട്രസ്റ്റിൽ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് അന്ന് അതൊരു ഫീലായിട്ട് മാറില്ല. അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു 30 ഇയേഴ്സ് ഗ്യാപ്പിൽ വാട്ട് ഹാപ്പൻ, ആ ഒരു 30 വർഷം അല്ലെങ്കിൽ ആദ്യത്തെ 15 വർഷമൊക്കെ എടുത്തത് അയ്യോ കുറേ കഷ്ടപ്പെട്ടിട്ടിരുന്നു, അല്ലെങ്കിൽ അന്നത് കഷ്ടപ്പാടാന്ന് മനസ്സിലായിട്ടില്ലാത്തതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത് വന്നത്. അപ്പോൾ എനിക്കൊരു വലിയൊരു ഇതുവരെ അങ്ങനെ ഒരു ഭയങ്കര നമുക്ക് ജീവിതത്തിൽ എഫക്റ്റ് ചെയ്തൊരു ഫെയിലിയർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എല്ലാം ഈ പറഞ്ഞ പോലെ ഞാൻ പ്ലാൻ ചെയ്തു. ചിലത് പ്ലാൻഡ് ആണ്, ചിലത് അൺപ്ലാൻഡ് ആണ്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തൊരു റിസൾട്ടിന് വേണ്ടിയിട്ട് അല്ലാണ്ട് വർക്ക് ചെയ്തപ്പം എല്ലാം കറക്റ്റായിട്ട് ഫിക്സ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പം ലെറ്റ്സ് വെയിറ്റ്. ഇൻട്രസ്റ്റിംഗ്. ഷെഫിൻ്റെ കരിയറിലൊരു മേജർ പാർട്ടും ഷെഫ് പറഞ്ഞ പോലെ UK-ലായിരുന്നു. അതെ. ഷെഫിൻ്റെ ഒരു അപ്ബ്രിങ്ങിങ് ഈ പറഞ്ഞ പോലെ കൊല്ലത്ത് വളരെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ളൊരു ചുറ്റുപാടുകൾ ജനിച്ചു വളരുന്നു, വളരെ സാധാരണക്കാരനെ പോലെ വളർന്നു വരുന്നു, വളരെ സ്ട്രഗ്ലിംഗ് ആയൊരു ജേർണി. അതിനുശേഷം UK-ലെത്തുന്നു. ആ UK-ൽ എത്തിക്കഴിഞ്ഞിട്ടുള്ളൊരു ഫേസ്, കാരണം അതൊരു വല്ലാത്ത ചലഞ്ചിങ് ആയിരിക്കും. കാരണം അവിടെ ഫിറ്റ് ഇൻ ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും സാധാരണക്കാരനായ ഒരാൾ ചെന്നിട്ട് ഈ പറയുന്ന 5 സ്റ്റാർ റെസ്റ്റോറൻറ്റ്സ് അല്ലെങ്കിൽ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ്സ് എവിടെയൊക്കെ ചെന്ന് അവിടുത്തെ ഒരു വർക്ക് ഫോഴ്സിൻ്റെ കൂടെ ഫിറ്റ് ഇൻ ചെയ്യുക എന്നുള്ളത് എത്രത്തോളം വലിയൊരു സ്ട്രഗിളായിരുന്നു ഷെഫിന്? ശരിക്കും ഭയങ്കര ഒരു ഈ പറഞ്ഞ പോലെ 2005 എനിക്ക് ഇംഗ്ലണ്ടിൽ പോകാനൊരു അവസരം കിട്ടുക. അപ്പോൾ അത് തന്നെ ഒരു വലിയൊരു ജേണിയാണ്. അപ്പം ആ ഒരു ബ്രാൻഡിലേക്ക് എന്നെ സെലക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി തന്നെ ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കവിടെ ലണ്ടനിലെത്തിയപ്പം നാട്ടിൽ നിന്ന് കേരളത്തിൽ മാത്രം ജോലി ചെയ്ത് അല്ലെങ്കിൽ കേരള ഭക്ഷണം മാത്രം ഉണ്ടാക്കുന്ന അല്ലെ ഒഫീഷ്യലി പഠിക്കാതെ അല്ലെങ്കിൽ ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് ഡിഗ്രിയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരാളൊരു വർക്ക് എക്സ്പീരിയൻസിൻ്റെ ബലത്തിൽ അത് ആ സ്കില്ല് നേടിയിട്ട് അത് കണ്ടിട്ട് നമ്മളെ സെലക്ട് ചെയ്ത് പോയതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് തിരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ചതൊന്നും അല്ല ശരിക്കും കാര്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ഇത്രയും നാൾ അൺലൈൻ എന്നൊക്കെ പറയുന്ന പോലുള്ള കുറേ കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു വർഷം മനസ്സിലായത്. അപ്പോൾ അത് പെട്ടെന്ന് എത്ര വേഗത്തിൽ നമ്മൾ അഡാപ്റ്റ് ചെയ്തു, അതൊക്കെയാണ് എനിക്ക് കിട്ടിയൊരു ഗുണം എന്നുള്ളത്. ഞാൻ ആ ചെസ്സൊക്കെ കളിക്കുന്നതുകൊണ്ടായിരിക്കാം കുറച്ചൊക്കെ കാര്യങ്ങൾ അവിടെ പോയി നമ്മൾ കുക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ്, ഇവിടുന്ന് ആ സ്പൈസ് ലെവലൊക്കെ അതേപോലെ അവിടെ പോയി റിപ്ലിക്കേറ്റ് ചെയ്തപ്പോഴാണല്ലോ എൻ്റെ പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ലണ്ടനിൽ വിഖ്യാതമായ 1927 മഹാത്മാഗാന്ധിയും വിൻസ്റ്റൺ ചർച്ചിലും ചാർലി ചാപ്ലിനൊക്കെ ഭക്ഷണം കഴിച്ച ആ ഒരു പ്രൗഢമുള്ള വീരസ്വാമിയിലാണ് നമ്മൾ ജോലിക്ക് തന്നെ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ആ ഒരു അന്തരീക്ഷം അവിടെ ചെന്ന് ആ റെസ്റ്റോറൻറ്റ്സ് കാണുന്നു, കൂടെ ജോലി ചെയ്യുന്നവരുടെ ഒരു സിസ്റ്റം,
ആ ഒരു സിസ്റ്റമൊക്കെ ഫോളോ ചെയ്യുന്നു, റെസിപ്പികളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു വിചാരം 15-20 വർഷമൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോൾ എനിക്കറിയാം മീൻകറി ഉണ്ടാക്കുമ്പം ഇത്ര ഗ്രാം മുളക് പൊടി ഇടുക, അല്ലെങ്കിൽ അത് നമുക്കൊരു അളവ് വെച്ചങ്ങ് ഇടുകയാണ്. അപ്പോൾ അത് ഇടുമ്പം ഒരു ഇത്തിരി ഏറിയാലോ കുറഞ്ഞാലോ അതിൻ്റെ എരിവിൻ്റെ വ്യത്യാസമൊന്നും ഇവിടെ ഉള്ളവരാരും തിരിച്ചറിയില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരല്പം ഒരു 1 out of 10 ആണ് ഒരു സ്കെയിലിൽ. നമ്മുടെ മലയാളികൾക്ക് ഒരു 7 പോയിൻ്റ് ആണ് സ്പൈസ് എന്ന് പറഞ്ഞാൽ ഒരു 7.5 6.5 ആയാലോ ആരും ഒന്നും പറയില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അവിടെ ഒരു 6.5 ഫിറ്റ് ചെയ്താൽ ആ 6.5 തന്നെ ആയിരിക്കണം എന്നുള്ള ആ കൺസിസ്റ്റൻസിയെക്കുറിച്ചൊക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഫുഡിൻ്റെ ടെക്സ്ചറും അതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ മീറ്റിൻ്റെ ഫ്ലേവർ എന്താണ്, അല്ലെങ്കിൽ ഒരു മീറ്റ് കട്ട് ചെയ്തിട്ട് ഓരോ പാട്ടിനും ഓരോ തരം ടേസ്റ്റാണെന്നൊക്കെ അറിവ്, അല്ലെങ്കിൽ ഒരു ഇൻഗ്രീഡിയൻറ്റിന് എങ്ങനെയാണ് ലോക്കൽ പ്രൊഡ്യൂസിനെ നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു സീസണൽ പ്രൊഡ്യൂസിനെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ഒരു എനിക്കത് ഭയങ്കര അത്ഭുതമായിരുന്നു. നമ്മുടെ റെസ്റ്റോറൻറ്റിലൊരു ഡിഷ്, അപ്പോൾ തക്കാളി അവിടെ ലോക്കൽ ആ ഒരു സീസണിൽ ടൊമാറ്റോ അല്ലെങ്കിൽ ആ മെനുവിനകത്ത് ടൊമാറ്റോ വേണ്ട, പക്ഷേ നമുക്ക് അവിടെ നിന്ന് കൊളംബിയയിൽ നിന്നും പെറു നിന്നൊക്കെ ടൊമാറ്റോസ് അവിടെ കൊണ്ടുവരും. പക്ഷേ അവിടുത്തെ ആ ഷെഫ് നോ, ഈ സീസണിൽ ഇവിടെ തക്കാളി ഇല്ല, ഞാൻ തക്കാളി ഉപയോഗിക്കില്ല. അല്ലെങ്കിൽ ആ ഒരു സീസണിൽ പൊട്ടറ്റോ അവിടുത്തെ ഏതെങ്കിലും ഒരു കൗണ്ടിയിൽ നിന്നായിരിക്കും വരിക, ആ ഒരു പൊട്ടറ്റോ ആണ് അയാളുടെ ഡിഷെങ്കിൽ ആ ഒരു സീസൺ നെക്സ്റ്റ് 3 months ആ ഒരു ഡിഷ് വേണ്ട എന്ന് വയ്ക്കുക. ആ സസ്റ്റൈനബിലിറ്റി ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായ അത്ഭുതമാണ്. അപ്പോൾ അവിടെ എല്ലാം അവൈലബിൾ ആണ്. ലണ്ടൻ പോലൊരു നഗരത്തിൽ ഇതെല്ലാം അവൈലബിൾ ആണെങ്കിൽ പോലും അങ്ങനെ ലൈൻ കോട്ട് ഫിഷ് മാത്രമേ എടുക്കുള്ളൂ മെനുവിൽ. അല്ലെങ്കിൽ ആ ഒരു ഫിഷിനെ എങ്ങനെ സസ്റ്റൈനബിൾ ആക്കണം, അല്ലെങ്കിൽ ഈ വേറെ ഏതെങ്കിലും കൃത്രിമമായ രീതിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ എടുക്കുന്ന മീറ്റ്, സീ ഫുഡ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊന്നും മെനുവിൽ കൊടുക്കാതെ വളരെ ഒതൻറ്റിക്കായിട്ട് ഇങ്ങനെയുമൊക്കെ സെർവ് ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു അറിവ് ഈ പറഞ്ഞ പോലെ യൂറോപ്പിലും ലണ്ടനിലൊക്കെ ജോലി ചെയ്തപ്പം കിട്ടിയൊരു സംഭവമാണ്. അതാണ് ഞാൻ ഏറ്റവും പഠിച്ചതിനേക്കാൾ കൂടുതൽ കുറേ അങ്ങനെയൊക്കെയുള്ള കുറേ നോളജ്. ഈ ആൻസറിൽ നിന്ന് വേറൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചത്, ഷെഫ് ചെസ്സിനെ കുറിച്ച് പറഞ്ഞു. എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഷെഫ് അണ്ടർ 18 കൊല്ലം ഡിസ്ട്രിക്ട് ചാമ്പ്യൻ ആയിരുന്ന ഒരാളാണ്. അപ്പം നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ചുള്ളൊരു സമ്മിറ്റിലുമാണ് ഇരിക്കുന്നത്. പ്രോബ്ലി ചെസ്സിൽ നമ്മൾ എപ്പോഴും പറയും, നമ്മുടെ ചെസ്സിൽ നമുക്ക് ജയിക്കാനുള്ളൊരു ഏറ്റവും വലിയ ടാലൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എതിരാളിയുടെ എത്ര മൂവ്മെൻറ്റ് നമുക്ക് ഫോർസി ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിലേക്ക് എത്ര മൂവ്മെൻറ്റ്സ് ഫോർസി ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഷെഫിൻ്റെ ലൈഫിലും ഈ പറയുന്ന പ്ലാനുകൾ ഉണ്ടാക്കുമ്പോൾ, ഇപ്പോൾ ഒരു ബിസിനസ് ആണെങ്കിലും ഒക്കെ ഈ ഒരു സ്കില്ല് ഷെഫിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഞാനത് എല്ലായിടത്തും പറയും. ഞാൻ അങ്ങനെ ഒരു ചെസ്സ് ഭയങ്കര പ്രൊഫഷണലായിട്ട് കളിച്ച് വളർന്ന ഒരാളല്ല, നോർമൽ പ്രാക്ടീസിലാണ്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം വലിയൊരു ചെസ് പ്ലെയർ ആവണമെന്നായിരുന്നു. അപ്പോൾ ഒരു സർട്ടൺ ടൈമിൽ എനിക്ക് മനസ്സിലായി അതെനിക്ക് പറ്റില്ല, അല്ലെങ്കിൽ അതിന് കുറേ കൂടെ നല്ല രീതിയിൽ കോച്ചിങ്ങും കാര്യങ്ങളും ടൈമും എഫർട്ടൊക്കെ ഇട്ടാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിനകത്ത് എക്സൽ ചെയ്യാമെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് അത് ഞാൻ വിട്ടിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നത്. അപ്പോൾ ചെസ്സ് കളിക്കുമ്പോൾ ഉള്ള രീതി നേരത്തെ പറഞ്ഞ പോലെ വിജയിക്കുന്നതിലുപരി തോൽക്കാതിരിക്കാനും പറ്റുന്നൊരു ഗെയിമാണ് ചെസ്സ്. അപ്പോൾ അതിനകത്ത് ഈ ഡ്രോ എന്നുള്ളൊരു സംഭവം നമുക്കറിയാലോ. അപ്പോൾ മറ്റൊരു നമുക്ക് ജയിക്കാൻ പറ്റിയില്ലെങ്കിൽ തോൽക്കാതിരിക്കാവുന്ന ഒരു ഓപ്ഷനും കൂടെ ഉള്ളതാണ്. അപ്പോൾ അത് കളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവമൊക്കെ നമുക്ക് ലൈഫിലോ അല്ലെങ്കിൽ പഠനത്തിലോ ജീവിതത്തിലോ ഒക്കെ അപ്ലൈ ചെയ്താൽ ആ ഒരു കാൽക്കുലേഷനായിട്ട് ചെയ്യുന്ന കുറേ റിസ്ക്കുകൾ അല്ല എല്ലാം ശരിയാവണമെന്നല്ല. അപ്പോൾ നമുക്ക് ആ ഒരു അനലൈസിങ് സ്കില്ലൊക്കെ വരും. അതുകൊണ്ട് ഞാൻ എല്ലായിടത്തും പറയുന്നത് എനി ഏജിൽ ചെസ്സൊക്കെ കളിച്ച് തുടങ്ങിയാൽ അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു ബോർഡ് ഗെയിമാണ്, സ്ട്രാറ്റജിയാണ്. സോ ഇറ്റ്സ് നോട്ട് ജസ്റ്റ്. അപ്പോൾ അത് ഒത്തിരി എൻ്റെ ലൈഫിൽ സ്വാധീനിച്ചെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഷെഫ് 2025 ഒരു ഗോളായിട്ട് വെച്ചിരിക്കുന്നത് ചെസ്സ് വീണ്ടും കളിച്ചു തുടങ്ങാന്നുള്ളതാണെന്നാണ് ഞാൻ ന്യൂ ഇയർ പോസ്റ്റിൽ വായിച്ചത്. ഞാൻ ഓൾറെഡി കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കൂടുതൽ അത് ഭയങ്കര നമുക്കൊരു ആനന്ദം തരുന്ന സംഭവമാണ്. ഇപ്പോൾ മൻസാർ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആ റൊട്ടീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. നമുക്ക് ഏതാണോ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുമ്പം കൂടുതൽ അതിനൊരു ടൈം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തേക്ക് നമുക്കൊരു സ്ട്രെസ് ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഷെഫ് UK നിന്ന് അത് കഴിഞ്ഞിട്ട് ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ഡിസൈഡ് ചെയ്യാണ്. അതൊരു വലിയ തീരുമാനമായിരിക്കണം. കാരണം യു ഹാഡ് ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ദെയർ, ഏറ്റവും ഒരു ഹൈ പ്രൊഫൈൽ ജോലി, മാത്രമല്ല യു ആർ വെരി പോപ്പുലർ വിത്ത് ദ മാസ്റ്റർ ഷെഫ് അപ്പിയറൻസ് ആൻഡ് ഓൾ. ഇന്ത്യയിൽ നിന്ന് എല്ലാവരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് മുതൽ ഷെഫ് തിരിച്ചു വന്നൊരു കാലഘട്ടം മുതൽ നമുക്ക് ഒരു ബ്രെയിൻ ഡ്രെയിനൊക്കെ സംഭവിക്കുന്ന കാലമാണ്. ബട്ട് യു ഡിസൈഡഡ് ടു കം ബാക്ക് ആൻഡ് യു ചോസ് കേരള ടു ബി യുവർ ബേസ്. കാരണം കേരളത്തിൽ നമുക്കറിയാം, നമ്മളെപ്പോഴും ഒരു ബ്ലാങ്കറ്റ് ഇതിൽ പറയാറുണ്ട്, കേരളത്തിൽ ഇൻഡസ്ട്രി തുടങ്ങാൻ പറ്റില്ല, ബിസിനസ് തുടങ്ങാൻ പറ്റില്ല. ബട്ട് യു ചോസ് കേരള ടു ബി യുവർ ബേസ്. ആ ഒരു തീരുമാനത്തിൻ്റെ പിന്നിൽ എന്തായിരുന്നു? ഇറ്റ് വാസ് ജസ്റ്റ് എനിക്ക് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളതായിരുന്നു, ബിക്കോസ് ഓർ യു ഫൗണ്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഹിയർ?
ശരിക്കും അതൊരു വലിയ ഞാൻ ആ ഒരു തീരുമാനം 16 വർഷം ജോലി ചെയ്തതിൻ്റെ ഇടയിൽ പെട്ടെന്നൊരുമല്ല പലവട്ടം തോന്നിയിട്ടുണ്ട് എന്താണ് അടുത്ത ഒരു ഓപ്ഷൻ. അപ്പം അവിടെ പറഞ്ഞ പോലെ 6 വർഷം കഴിയുമ്പോൾ നമ്മൾ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമെയിൻ ആവുന്നു. അതിനുശേഷം ബ്രിട്ടീഷ് സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി ഒരു 6 ഇയേഴ്സ് കഴിയുമ്പോൾ കിട്ടും. പിന്നീട് എൻ്റെ ഒരു കരിയർ ഭയങ്കര ബെറ്ററായിട്ട് നല്ല നല്ല ബ്രാൻഡ്സിൽ ജോലി കിട്ടുന്നു, വലിയ കുറച്ചുകൂടെ ബെറ്റർ പേർക്സ്. അതിനുശേഷമാണ് ഈ പറഞ്ഞ BBC മാസ്റ്റർ ഷെഫിലൊക്കെ പങ്കെടുക്കാൻ പറ്റുന്നു, കുറച്ച് സോഷ്യൽ മീഡിയ കുറച്ചുകൂടെ ഫെയിം, ആളുകളൊക്കെ കുറച്ച് അറിഞ്ഞു തുടങ്ങിയ ഒരു സമയത്ത് ഞാൻ ചോദിച്ചു, ഓക്കെ ഒന്ന് കുറച്ച് നാട്ടിൽ വന്നാൽ നമ്മുടെ ഒരു ക്വിസിൻ നോക്കുമ്പോൾ കേരളത്തിൽ മാത്രം അങ്ങനെ ഒരു സെലിബ്രേറ്റഡ് ഷെഫ് അല്ലെങ്കിൽ ആ ഒരു ക്വിസിനെ അതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ അതിനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുകയോ അതിനെ ഒരു അംബാസഡറായിട്ട് അല്ലെങ്കിൽ കൂടുതലൂടെ നമുക്ക് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ളൊരു ഭക്ഷണ രീതിയാണ് അത്രയും ചരിത്രപ്രധാനമായിട്ട്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇത്രയും വലിയ ഉണ്ടെങ്കിൽ ചെറിയൊരു കേരളത്തിൻ്റെ ഭക്ഷണം എത്ര വ്യത്യസ്തമാണെന്നുള്ളത് നമുക്ക് തന്നെ അറിയാം. അപ്പോൾ ആ രീതിയിൽ ആ ഭക്ഷണത്തിന് കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അല്ല അതിൻ്റെ എന്തെങ്കിലും ഒരു സംഭവം ചെയ്യണമെങ്കിൽ ഒരു 2 ഇയേഴ്സ് നാട്ടിൽ വന്ന് നോക്കാം. എനിക്ക് പോലും ഉറപ്പില്ലായിരുന്നു തിരിച്ചു വരാൻ പറ്റുമെന്ന്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഇന്ത്യക്ക് വെളിയിലേക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ പോകുന്ന ഒരു സമയത്ത് എനിക്കൊരു ഏറ്റവും ബേസിക്കായിട്ട് പറഞ്ഞ ഒരു രാജ്യത്തൊക്കെ നമ്മൾ മൈഗ്രേറ്റ് ചെയ്യാൻ മിനിമം ഒരു 5 ഇയേഴ്സ് ആവും ഒന്ന് നോർമലാവാൻ. പിന്നത്തെ ഒരു 5 ഇയേഴ്സ് ആണ് ഒന്ന് സെറ്റ് ആവുക. അടുത്ത 15 വർഷം ഒരു ഒരു തേർഡ് ക്വാർട്ടറിലാവും നമ്മളൊന്ന് വെൽ സെറ്റിൽഡായി ആ രാജ്യത്തിൻ്റെ സുഖസൗകര്യങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറുമായിട്ട് നമ്മളൊന്ന് ഇൻവോൾവ് ആയിട്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റൊക്കെ കിട്ടുന്ന ഒരു സമയം. അപ്പോൾ ആ ഒരു സമയത്ത് തിരിച്ചു വരണോ വേണ്ടോ, എൻ്റെ കുട്ടികൾ ഒരു യങ് ഏജ് ആയിരുന്നു. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഹാപ്പി, തിരിച്ചു വരാം 2 ഇയേഴ്സ് എന്ന നിലയിൽ വരുന്നു. അങ്ങനെ വന്നു, നല്ലൊരു ഓപ്പർച്യൂണിറ്റി അതിനോടൊപ്പം കിട്ടിയത് കാരണമാണ് എനിക്ക് വന്നത്. പക്ഷേ അത് ശേഷം അത് കേരളത്തിലേക്ക് വരികയും പിന്നീട് 2 വർഷം കഴിഞ്ഞ് തിരിച്ചു പോയേക്കാം എന്ന രീതി, പിന്നെ തിരിച്ചു പോകാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടാവുക ചെയ്തു. നമസ്കാരം കൂട്ടുകാരെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരുടെയും ഫോണുകളിലേക്ക് പറഞ്ഞ വൺ മോർ പോയിന്റ് മൃദുൽ ആഡ് ചെയ്ത പോലെ കേരളത്തിൽ അങ്ങനെ ഒരു ബ്ലാങ്കറ്റ് ഉണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതൊക്കെ നമ്മളും കേട്ടിട്ടുണ്ടെങ്കിലും ഞാനിപ്പോൾ ഇവിടെ ഒരു ലാസ്റ്റ് 3 ഇയേഴ്സ് അല്ലെങ്കിൽ 30 വർഷത്തെ ജോലി ചെയ്തതിന് ശേഷം ഒരു 3 ഇയേഴ്സായിട്ട് ഒരു എൻ്റർപ്രണർഷിപ്പ് തുടങ്ങുകയും കേരളത്തിൽ തന്നെ 16 റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റുകയും, അപ്പോൾ അതൊരു 1200ഓളം പേരുടെ ഒരു ജോബ്, ഒരു തൊഴിൽ അല്ലെങ്കിൽ അത്രയും ഒരു ജോബ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് കേരളത്തിൽ തന്നെയാണ്. അത് ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഷെഫി പറഞ്ഞ ഒരു 16 റെസ്റ്റോറൻറ്റ്, അറൌണ്ട് 30 ബ്രാൻഡ്സ് അല്ലേ? അതെ, സെപ്പറേറ്റ് ആയിട്ട് 30 ബ്രാൻഡുകൾ, 13 ബ്രാൻഡ്സിൽ തുടങ്ങുന്നു. സാധാരണ നമ്മൾ ഇപ്പം വേൾഡ് വൈഡൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഷെഫ്സ് റെസ്റ്റോറൻറ്റ്സ് തുടങ്ങുന്ന ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അവരൊരു വളരെ സിഗ്നേച്ചറായ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക, അതിൽ ഫോക്കസ് ചെയ്യുക, അതിൻ്റെ ചെറിയ എക്സ്പാൻഷൻ എന്നൊക്കെ ഉള്ളതാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഒരു ഷെഫ് ഒരു റെസ്റ്റോറൻറ്റ് ചെയിൻ ലീഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത്രയും സെപ്പറേറ്റ് ബ്രാൻഡുകളിലേക്ക്, സെപ്പറേറ്റ് സ്പെഷ്യാലിറ്റീസിലേക്കൊക്കെ എക്സ്പാൻഡ് ചെയ്യുന്നത്. വൈ ഡിഡ് യു ഡു ദാറ്റ്? കാരണം യു കുഡ് ഹാവ് പ്ലേഡ് സേഫ്. അതെ, പക്ഷേ അത് ഞാൻ നോക്കിയപ്പം വേൾഡ് അതിന് ഞാൻ കുറച്ച് പറഞ്ഞ പോലെ ചെസ്സ് എന്നെ സഹായിച്ചു എന്ന് പറയാം. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്തു, അപ്പോൾ എല്ലാ ഷെഫ്സും ഏറ്റവും വലിയ ആഗ്രഹം അവർക്ക് നല്ലൊരു റെസ്റ്റോറൻറ്റ് എപ്പോഴെങ്കിലും ചെയ്യണം എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ നോക്കിയതെല്ലാം അൺഫോർച്ചുനേറ്റ്ലി കൂടുതലും അതൊരു ഫെയിലിയർ ആയിട്ടുള്ള, ഇപ്പോൾ ഒരു ഷെഫ് അവരുടെ ഏറ്റവും ബെസ്റ്റ് സിഗ്നേച്ചർ റെസ്റ്റോറൻറ്റ് ആയിരിക്കും ആദ്യം ഉണ്ടാക്കാൻ നോക്കുക, അവർക്കൊരു മിഷലിൻ സ്റ്റാർ കിട്ടുക, അപ്പോൾ അതിനൊരു അവാർഡ് കിട്ടുക. അപ്പോൾ അയാൾ അത്രയ്ക്കയുടെ ഫോക്കസ് എല്ലാം ആ ഫുഡിനകത്ത് മാത്രം ഇടുകയും അതിൻ്റെ ബിസിനസ് എലമെൻറ്റ്സ് എല്ലാം മിസ്സായിപ്പോവും. അപ്പോൾ അത് എങ്ങനെ കൊമേഴ്സ്യലി സക്സസ്ഫുൾ ആക്കണമെന്നുള്ളതിനെക്കോട്ട് ഉപരി ആ പ്രൊഡക്റ്റിനെ കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് എഫേർട്ട് ഇട്ടിട്ട് അങ്ങനെ വരികയും ഇതൊരു ബിസിനസ്, ഒരു ഷെഫ് എപ്പോഴെങ്കിലും അയാളുടെ കരിയർ വിട്ടൊരു ബിസിനസ്സിലേക്ക് വരുമ്പം ഫുഡ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒത്തിരി ഇത് സംഭവിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിൽ നോക്കുമ്പോൾ ആദ്യം നിങ്ങളൊരു കൊമേഴ്സ്യലി സക്സസ് ആയാൽ, എൻ്റെ ഒരു ഈഗോ ഉള്ള അല്ലെങ്കിൽ എല്ലാ ഷെഫ്സിനും ഉണ്ട് അയാൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെ കൊടുക്കുന്ന, പ്ലേറ്റ് ചെയ്യുന്ന, അതൊക്കെ എനിക്കും ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഒരു അഫോർഡബിളായിട്ട് വേറെ ആരുടെയും ഒരു ഇൻവെസ്റ്ററുടെ ഒരു സഹായമില്ലാതെ സ്വന്തമായിട്ട് അഫോർഡ് ചെയ്യുമ്പോഴാണ് അത് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് ഞാനത് മാറ്റി വെച്ചിരിക്കുന്നത്. അപ്പം ആ രീതിയിൽ ഈ വേറൊരു തോട്ട് പ്രോസസ് ആയിരുന്നു. അപ്പം ഡിഫറെൻറ്റ് ബ്രാൻഡ്സ് എന്ന് പറഞ്ഞത് ഡിഫറെൻറ്റ് പൊസിഷനിൽ, ഇപ്പോൾ ഒരു ബ്രാൻഡ് ഇപ്പോൾ തന്നെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഷെഫ് പിള്ളേന്ന് തന്നെ വെച്ചിട്ട് ചെയ്താൽ പോരെ, അതല്ലേ എല്ലാവർക്കും അറിയുന്നത്, എന്തുകൊണ്ട് യുണൈറ്റഡ് കോക്കനട്ടായി അല്ലെങ്കിൽ മീനായി അല്ലെ സഞ്ചാരി. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് പ്രൈസ് ആയിരിക്കാം, ഡിഫറെൻറ്റ് കൾച്ചർ, ഡിഫറെൻറ്റ് ക്വിസിൻ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ കൺസെപ്റ്റിൽ പലതും അങ്ങനെയൊക്കെ ഞാൻ യൂറോപ്പിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ അങ്ങനെ ചെയ്ത 3 4 ഒക്കെ ചെയ്തപ്പം വേറെ ഓപ്ഷൻസ് വരികയാണ്. അപ്പോൾ പുതിയൊരു തോട്ട് പ്രോസസ്സ് വരുമ്പോൾ നമുക്കത് ഈസിയായിട്ട് ആ ഒരു എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ കാരണമാണ് അങ്ങനെ വന്നത്. എനിക്ക് തോന്നുന്നു ഷെഫിന് മൊത്തത്തിൽ ഒരു യുണീക്കായ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിനോടൊരു താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇപ്പം RCP ലേ മെറിഡിയനിൽ ഓപ്പൺ ചെയ്യുമ്പം എനിക്ക് തോന്നുന്നു മാരിയറ്റ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൽ വേൾഡ് വൈഡ് ഫസ്റ്റ് ടൈം ആയിരിക്കും ഒരു തേർഡ് പാർട്ടി ബ്രാൻഡിന് അവരൊരു സ്പേസ് കൊടുക്കുന്നത്. അതെ, അല്ലേ? അപ്പം
അതിൻ്റെ ഒരു കിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഐ എം ഗോയിങ് ടു അച്ചീവ് സംതിങ്, അതൊരു ഐ എം ഗോയിങ് ടു സെറ്റ് എ റെക്കോർഡ് ദെയർ എന്നുള്ളൊരു. സത്യം പറഞ്ഞാൽ അത് വലിയൊരു അച്ചീവ്മെൻ്റ് ആണ്. എനിക്ക് ആർക്കും അത് ഇത്രേൻ്റെ ഒരു പ്രാധാന്യം ഇവിടെ മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കാം. അപ്പം ഈ പറഞ്ഞ പോലെ മാരിയറ്റ് എന്ന് പറഞ്ഞ വേൾഡിലെ ഒരു ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റാലിറ്റി ബ്രാൻഡ്, മോർ ദാൻ 12,000 ഹോട്ടൽസ് എറൗണ്ട്. അവർക്ക് 30 ഡിഫറൻസ് ബാൻഡിൽ 12,000-ലധികം ഹോട്ടൽ, ഇന്ത്യയിൽ തന്നെ 200ഓളം ഹോട്ടലുള്ളൊരു ബ്രാൻഡിന് എന്നെപ്പോലെ ഒരാളുടെ റെസ്റ്റോറൻറ്റ്സിന് ആവശ്യമില്ല. അത്രയ്ക്ക് ഇൻഫ്രാസ്ട്രക്ചറും അത്രയ്ക്ക് ഷെഫ്സും അത്രയ്ക്ക് സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻ്റൊക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലെ ഒരു ലാൻഡ്മാർക്ക് റെസ്റ്റോറൻ്റായിട്ടുള്ള ലേ മെറിഡിയനിൽ ഇങ്ങനെ ഒരു അവസരം വരികയും അത് കറക്റ്റായിട്ട് അതെനിക്ക് പൊസിഷൻ ചെയ്ത് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നു. അതിനുശേഷം മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി. അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ അതാണ് ചെയ്തത്. അപ്പോൾ ഒരുപാട് എന്നോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഒരു പഞ്ചനക്ഷത്രത്തെ ഹോട്ടലിൽ പോയി ഷെഫ് പിള്ളേ, നിങ്ങൾ ഭയങ്കര സോഷ്യൽ മീഡിയയിലൊക്കെ സിമ്പിളായിട്ട് നിൽക്കുന്ന ഒരു 5 സ്റ്റാർ ഹോട്ടലിലാണോ ആദ്യത്തെ റെസ്റ്റോറൻറ്റ് വേണ്ടത്, സാധാരണക്കാർക്കൊക്കെ വരണ്ടേ? അപ്പോൾ ഞാൻ എൻ്റെ ഒരു ആൻസർ അന്ന് എനിക്കത് പറഞ്ഞപ്പം ആളുകൾക്കത് വലിയൊരു സംഭവമായിട്ട് മാറി. അത് നിങ്ങൾ ചെയ്തേണ്ട വലിയ കാര്യം, അത് ശരിക്കും വെളിയിലായിരുന്നു ചെയ്യേണ്ടത്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രൈസ് കുറഞ്ഞിട്ടുള്ളൊരു സാധാരണ റെസ്റ്റോറൻ്റ് ആയിരുന്നു ചെയ്യേണ്ടത്. പക്ഷേ അന്നത്തെ ആ സമയത്ത് ഞാൻ ആ ഒരു ബ്രാൻഡ് പൊസിഷൻ ചെയ്തത് കൊണ്ട് മാത്രമാണ് മാരിയറ്റ് പോലൊരു ബ്രാൻഡ് നമുക്ക് തരികയും അതിനുശേഷം എനിക്ക് മൾട്ടിപ്പിൾ ഓപ്പർച്യൂണിറ്റി കിട്ടുകയും പിന്നീട് വീണ്ടും അതേ മാരിയറ്റിൽ തന്നെ ഇപ്പോൾ ഫോറം മോളിൽ എനിക്ക് 100 രൂപയ്ക്ക് ഊണ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനിൽ ഒരു റെസ്റ്റോറൻറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അത് എപ്പോഴും നമ്മൾ എങ്ങനെ ഒരു പ്രൊഡക്റ്റ് നാളെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ എങ്ങനെ അതിനെ പൊസിഷൻ ചെയ്യാമെന്നൊക്കെയുള്ളൊരു കാര്യം, അത് ഒന്നുകിൽ അത് ആ ഒരു പ്രീമിയം ലെവലിൽ പോയിട്ട് താഴെ പോകുന്നതാണോ, അല്ലെങ്കിൽ താഴെ പോയിട്ട് മേലെ പോകണം എന്നുള്ള ഓരോ പ്രൊഡക്റ്റ് വെച്ച് ചെയ്യാണ്. അപ്പോൾ അത് ഒരു ലേ മെറിഡിയൻ പോലൊരു ബ്രാൻഡിലേക്ക് വന്നത് വലിയൊരു വഴിത്തിരിവായി എന്നുള്ളതാണ്. കമ്മിങ് ബാക്ക് ടു ഫുഡ്, നമ്മൾ ബിസിനസ്സിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിച്ച്. ഫുഡിലേക്ക് വന്നു കഴിയുമ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള കാര്യമാണ്, ഒരുപക്ഷെ കുറേ പേര് എഗ്രി ചെയ്യുന്നുണ്ട്, പക്ഷേ ഷെഫിൻ്റെ ലൈഫിൽ എനിക്ക് അങ്ങനെ തന്നെ തോന്നിയിട്ടുണ്ട്. ഫുഡും സിനിമയും വളരെ അടുത്ത് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ആളുകൾ ഈ ഫുഡിനെയും സിനിമയും സമീപിക്കുന്നതും ഏകദേശം ഒരേ രീതിയിലാണ്. കാരണം സിനിമ അവർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ അവരെ വേറെ സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. ഏകദേശം ഫുഡും അങ്ങനെ തന്നെയാണ്. അവർ വേറൊരു കൾച്ചറിനെ കാണുന്നതും അവരുടെ ഒരു കുറേ സങ്കടങ്ങളൊക്കെ മറക്കാനും ഒക്കെ ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട്. സിനിമയ്ക്ക് കഴിഞ്ഞ ഒരു 2-3 വർഷത്തിൽ, അല്ലെങ്കിൽ പോസ്റ്റ് കോവിഡൊക്കെ ആയിട്ട് നമ്മൾ എഴുതാനൊക്കെ ഇരിക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഓഡിയൻസ് ഇവോൾവ് ചെയ്തിട്ടുണ്ട്. കാരണം ഓഡിയൻസിന് വേൾഡ് സിനിമയുടെ എക്സ്പോഷർ ഭയങ്കര ആയിട്ട് ആ ഒരു കോവിഡ് ടൈമിലും ഒക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ദേ ഹാവ് സീൻ എവറിത്തിങ്. അവർക്ക് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് കൊടുക്കണം. ഫുഡിനും ഇതേ ഒരു ചലഞ്ച്, പ്രത്യേകിച്ച് മലയാളികൾക്കൊക്കെ കഴിഞ്ഞ കുറേ കാലം കൊണ്ട് നമ്മൾ ഏത് ഹോട്ടലിൽ ചെന്നാലും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഓർഡർ ചെയ്യുന്നതിൽ നിന്ന് മാറി മലയാളിക്കിപ്പോൾ വേൾഡ് ക്യുസീനെ കുറിച്ച് അറിയാം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫുഡ് എന്തൊക്കെയാണെന്ന് അറിയാം. ഈവൻ കൊച്ചിയിൽ പോലും നമുക്ക് കൊറിയൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ജാപ്പനീസ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, പോർച്ചുഗീസ് ഗ്രില്ലുണ്ട്. അപ്പം ഈ ഒരു എക്സ്പോഷർ ടു വേൾഡ് ക്യുസീൻ ആൻഡ് വേൾഡ് റെസിപ്പീസ്, ഇത് ഷെഫിൻ്റെ കരിയറിലൊരു ചലഞ്ചാണോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന മലയാളിക്ക് ഫുഡ് സെർവ് ചെയ്യുമ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റില്ല, ബിക്കോസ് ദേ ആർ വെരി പെർട്ടിക്കുലർ എന്നൊരു സംഭവം ഉണ്ടോ? തീർച്ചയായിട്ടും വലിയൊരു മാറ്റമാണ് ഉണ്ടാകുന്നത്. നമ്മളതിപ്പോൾ നോക്കുമ്പോഴാണ് ഓരോ 10 ഇയേഴ്സിൽ അതിൻ്റെ ഡിഫറൻസ് നമുക്കിപ്പോൾ കാണാൻ പറ്റും. എന്തുകൊണ്ട് കേരളത്തിൽ ആദ്യം മലയാളികളുടെ ഭക്ഷണം മാത്രം നമുക്കറിയാം. പണ്ട് കാലത്ത് ഓരോ ചായക്കടകളിനകത്ത് ഇഡ്ഡലി, ദോശ, അല്ലെങ്കിൽ വെറും നാണയത്തൊട്ടൊക്കെ ഇട്ട ചായ അടിച്ചു തരുന്ന ഒരു കടകളൊക്കെ ഉണ്ടായിരുന്നത് മാറി പിന്നീട് മലയാളികൾക്ക് ആദ്യം ഒരു ചൈനീസ് ഭക്ഷണത്തോടൊരു പ്രിയം വരുന്നു. ആദ്യമായിട്ട് കേരളത്തിൽ ഒരു ഫോറിൻ ഫുഡ് എന്ന നിലയിൽ ഫ്രൈഡ് റൈസ്, നൂഡിൽസ്, ചില്ലി ചിക്കൻ, ഗോബി മഞ്ചൂരിയൻ, അല്ലെ സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് എന്നൊക്കെ പറഞ്ഞ വിഭവങ്ങളിലേക്ക് ഒരു തള്ളിക്കയറ്റം വരുന്നു. അതിനുശേഷം വീണ്ടും നോക്കിയാൽ നോർത്ത് ഇന്ത്യൻ ഫുഡിൻ്റെ പിന്നീട് കുറേ കൂടെ ചൈനീസ് പോപ്പുലർ ആയതിനു ശേഷമാണ് കേരളത്തിലൊക്കെ ഒരു ബട്ടർ ചിക്കൻ കഴിക്കാം, അല്ലെങ്കിൽ ബട്ടർ നാൻ ഭയങ്കര രസമാണ്, അല്ലെങ്കിൽ കബാബോ, ചിക്കൻ ടിക്ക, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലൊക്കെ ഓരോ 10 ഇയേഴ്സിൻ്റെ ഡിഫറൻസ് ആണ്. പിന്നീടാണത് വേഗത്തിൽ അതൊരു ഇറ്റാലിയൻ ക്യുസിൻ വന്ന് പിസ്സയും അല്ലെങ്കിൽ പാസ്ത അതൊക്കെ കേട്ടിട്ട് അങ്ങനെയൊക്കെയുള്ള റെസ്റ്റോറൻറ്റ്സ് വരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഒരു വേൾഡ് വൈഡ് ഒരു ക്യുസിനിലേക്ക് വരുന്നു. പിന്നീട് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 30 ഇയേഴ്സിനും ശേഷം ഇത്രയും ഒരു പ്രവാസ, അല്ലെങ്കിൽ അത്രയും ഒരു ഇമിഗ്രേഷൻ മിഡിൽ ഈസ്റ്റിലേക്ക് പോയതിനു ശേഷം അവിടെ ഒരു 3 ജനറേഷൻ ഓഫ് ആൾക്കാർ, 2nd അല്ലെ 3rd ജനറേഷനൊക്കെ വന്ന് അവിടുത്തെ ആ ഫുഡ് അവരുടെ നോർമൽ ആവുകയും അവരുടെ തിരിച്ചുവരവ് ഇങ്ങോട്ട് വരികയും ചെയ്തിട്ട് ഒരു അറബിക് ഫുഡിൻ്റെ വലിയ ഒരിക്കൽ പോലും കാണാത്ത രീതിയിൽ, ബാക്കിയൊക്കെ ഒരു 50% കേരള, ബാക്കി 50% ഏതെങ്കിലും ഒരു പുതിയ ക്യൂസിനിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നിടത്താണ് ഒറ്റയടിക്കത് 2080 എന്ന നിലയിലേക്ക് ഒരു അറബിക് ക്യൂസിനിലേക്ക് ഒരു മാറ്റം. അത് ആളുകൾ എന്താണോ മാർക്കറ്റിന് ആവശ്യം,
അല്ലെങ്കിൽ ആളുകൾക്ക് എന്തൊക്കെയാണോ ആവശ്യം, കൂടുതൽ മെജോറിറ്റി ഓഫ് പീപ്പിൾ എന്താണ് ആവശ്യപ്പെടുന്നത് അതനുസരിച്ചിട്ടാണ് പണ്ട് ഈ പറഞ്ഞ നമ്മുടെ നാട്ടിലെ ചായക്കടകളൊക്കെ വളരെ ഒരു സുപ്രഭാതത്തിൽ മെല്ലെ മെല്ലെ അപ്രത്യക്ഷമാവുകയും അവിടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇപ്പോൾ ഷവർമ അല്ലെങ്കിൽ കുഴിമന്തി, അത് നമുക്കറിയാം, അൽഫാം, അത് മാർക്കറ്റ് ആവശ്യപ്പെട്ടാണ്. അല്ലാതെ നമ്മളിപ്പോൾ ചിലരൊക്കെ പറയൂ ഇത് വന്നു നമ്മുടെ ഫുഡ് പോയി എന്നല്ല, ആളുകൾക്ക് അതാണ് താല്പര്യമെന്ന് അറിഞ്ഞു ആ ഒരു ക്യുസിൻ വരികയാണ്. അപ്പോൾ ഈ ഒരു സമയത്തെ ഒരു ചലഞ്ച് എന്ന് വെച്ചാൽ ആ ഒരു 50-50 എന്നുള്ളതിൻ്റെ ഒരു മേജർ ഷെയർ മറ്റൊരു ക്യുസിൻ വന്ന് കേരളത്തിലേക്ക് പോവുകയും അതിനി ആ ഒരു ടൈം കഴിഞ്ഞിട്ട് വീണ്ടും പഴയ രീതിയിലേക്ക് നാടൻ ഭക്ഷണത്തിലേക്ക് ഒരു തിരിച്ചുപോക്കാണ് ഇപ്പോൾ കാണുന്നത്. നമ്മുടെ ഒരു ഡാറ്റ വെച്ച് അനലൈസ് നോക്കിയാൽ കഴിഞ്ഞൊരു 2-3 ഇയേഴ്സായിട്ട് ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോയുടെയൊക്കെ ഒരു കോമൺ ഡാറ്റ നമുക്ക് കിട്ടും എന്താണ് ആളുകൾക്ക് കൂടുതൽ കഴിക്കുക. അപ്പോൾ ഒരു ബേസിക്കലി ഈ അറബിക് ഫുഡ് ഇപ്പം ഒരു വലിയ രീതിയിൽ ഒരു കേരളത്തിലെ ആളുകളുടെ ഭക്ഷണ രീതിയിലേക്ക് മാറുകയും അത് നോർമലൈസ് ആവുകയും ചെയ്തിട്ട് ഇനി അത് വീണ്ടും ഒരു അറബിക് കേരളയുടെ ഒരു വേർഷനിലേക്ക് ഇനി അത് മാറും. അതിനുശേഷം വീണ്ടും എപ്പോഴും ഒരു 50% എന്നുള്ള ആ സ്റ്റേക്ക് എപ്പോഴും അത് നിലനിൽക്കുകയും ആളുകൾ കൂടുതലായിട്ട് ആ പഴയ നാടൻ ഭക്ഷണത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു രീതിയാണ്. അപ്പോൾ എപ്പോഴും ആളുകൾ പണ്ടത്തേതിനേക്കാൾ അധികം ഈ ഒരു ലോകം ചെറുതായി വരികയും ഓരോരോ സ്പെഷ്യാലിറ്റി ക്യൂസിൻ, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ റീജിയണൽ ക്യൂസിൻ എന്ന നിലയിലേക്കൊക്കെ റെസ്റ്റോറൻറ്റ്സ് മാറി. പണ്ട് ഒരു മൾട്ടി ക്യൂസിൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയാൽ നമുക്ക് എല്ലാത്തരം ഭക്ഷണം കിട്ടുന്ന മാറിയിട്ട് ഇപ്പോൾ ഒരു ഫോക്കസ്ഡ് ആയിട്ട് ഇപ്പോൾ ഒരു നോർത്ത് മലബാർ ക്യൂസിൻ മാത്രമായിട്ട്, ഒരു കേരള പോലും അല്ല, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ട്രാവൻകൂർ ഫുഡ്, അല്ലെങ്കിൽ ഒരു ഇവിടെ വന്ന ഫോർട്ട് കൊച്ചിയിൽ വന്നേക്കാവുന്ന അല്ലെങ്കിൽ പേർഷ്യൻ ഇൻഫ്ലുവൻസ് ആയിട്ടുള്ള ഒരു ക്യൂസിൻ മാത്രമായിട്ട് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടാൽ പോലും അത്ഭുതപ്പെടേണ്ട കാര്യമില്ലാത്ത രീതിയിലേക്ക് മാറുകയാണ്. നമ്മളിപ്പോൾ ഷെഫ് പറഞ്ഞ പോലെ വി ആർ ഗോയിങ് ബാക്ക് ടു ട്രഡീഷണൽ ഡിഷസ് എന്ന് പറയുന്ന ഒരു ട്രെൻഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഷെഫ് ഫോക്കസ് ചെയ്യുന്നതും ഒരുപക്ഷെ ഒരു കേരള ട്രഡീഷണൽ ക്യുസീൻ എന്നുള്ളതിലാണ്. പക്ഷേ ട്രഡീഷൻ എന്ന് പറയുന്ന സംഭവം ഒരു ഭയങ്കരമായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. കാരണം ഇപ്പം നമ്മൾ നേരത്തെ സെഷനിൽ മനു പറഞ്ഞതുപോലെ ഒരു കാലത്ത് നമുക്ക് ചെറിയ ഉള്ളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, സവാള ഉണ്ടായിരുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ആർട്ടിക്കിൾ വായിച്ചു, നമുക്ക് ഒരു കാലഘട്ടം വരെ നമുക്ക് പെപ്പറേ ഉണ്ടായിരുന്നുള്ളൂ, ദെൻ ചില്ലി കെയിമിൻ. അപ്പം ഇന്നത്തെ ട്രഡീഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ട്രെൻഡ് എന്ന് പറയുന്നതായിരിക്കും നാളത്തെ ട്രഡീഷൻ. സോ ഹൗ ഡു യു മാച്ച് വിത്ത് ദാറ്റ്? ഇതിങ്ങനെ ഫാസ്റ്റായിട്ട് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം എങ്ങനെയായിരിക്കും നമ്മൾ ഒരു എവിടെ വേർ വിൽ വി ഡ്രോ എ ലൈൻ? ഇതാണ് ട്രഡീഷൻ. അത് ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിലും ചെറിയ ഉള്ളിയൊക്കെയാണ്. സവോള വന്ന് തുടങ്ങിയതൊക്കെ എനിക്ക് ഓർമ്മ വെച്ചതിന് ശേഷമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ അന്നും ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള ഒരു കറി, അല്ലെങ്കിൽ ഈ പറഞ്ഞ മൃദുൽ പറഞ്ഞ പോലെ ബ്ലാക്ക് പെപ്പർ മാത്രമായിരുന്നു നമ്മുടെ സ്പൈസ് ലെവൽ. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ സദ്യ. നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഇലയിൽ വിളമ്പുന്ന പഴയ കറികളുടെയൊക്കെ നിറങ്ങളെല്ലാം ഒന്നും ചുമന്നതായിരുന്നില്ല. ഇപ്പോൾ അവിയലായിക്കോട്ടെ, പച്ചടി ആയിക്കോട്ടെ, കിച്ചടി ആയിക്കോട്ടെ, തോരനായിക്കോട്ടെ, അല്ലെങ്കിൽ പുളിശ്ശേരി, എളിശ്ശേരി, ഇതിൻ്റെ എല്ലാം കളർ മഞ്ഞയായിരുന്നു. അപ്പോൾ മുളക് വരാതിരുന്നതിന് മുന്നേ നമ്മളുടെ പൈതൃകമായിട്ടുള്ള കറികൾ, ഇതിനകത്ത് ഇപ്പോൾ ഒരു നാരങ്ങ അച്ചാർ അല്ലെങ്കിൽ തീയലൊക്കെയാണ്, അല്ലെങ്കിൽ സാമ്പാർ, അതൊക്കെ ഒരു തമിഴ്നാടിൽ നിന്ന് പിന്നീട് അതിൻ്റെ ഒരു കളക്ഷനായിട്ട് വന്നു. കേരളത്തിൻ്റെ ട്രഡീഷണലായിട്ടുള്ള നമ്മളുടെ ഈവൻ ഒരു മാമ്പഴ പുളിശ്ശേരി ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എരിശ്ശേരി, ഇതിൻ്റെ എല്ലാം നിറങ്ങൾ മഞ്ഞൾ കലർന്ന അല്ലെങ്കിൽ മഞ്ഞൾ ഫോക്കസ് ആയിട്ടുള്ള യെല്ലോയിഷ് അല്ലെങ്കിൽ ബ്രൗണിഷ് ആയിട്ടുള്ള കളറാണ്. പിന്നീടാണ് ഈ മുളകിൻ്റെയൊക്കെ ഈ പറഞ്ഞ പോലെ പോർച്ചുഗീസ് വന്ന് പാപ്രിക്ക, അങ്ങനെയൊക്കെയുള്ള കുറേ ചരിത്രം അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ അറിയാം. അതുമാത്രമല്ല, ഏറ്റവും വലിയൊരു പോയിന്റ്, ഇത് ഈ ഒരു 20 ഇയേഴ്സിന് മുമ്പ് നമുക്കറിയാം ആളുകളൊക്കെ വീഗൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലേക്ക് ലോകം വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അമേരിക്കൻസ് എല്ലാം. അപ്പോൾ അവരൊക്കെ ഞാൻ ലണ്ടനിലൊക്കെ ജോലി ചെയ്യുമ്പോൾ എല്ലാവരും വീഗൻ ഒരു 3 months പ്രാക്ടീസ് ചെയ്തിട്ട് വന്ന് നമ്മുടെ മെനുവിൽ വെജിറ്റേറിയൻ വീഗനിന് വേണ്ടി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി തരുമെന്ന് വെച്ചാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ആ ഒരു ഭക്ഷണത്തിൽ ഓൾറെഡി ബട്ടർ അല്ലെങ്കിൽ മറ്റ് പല സാധനങ്ങളൊക്കെ പെട്ടെന്ന് അതൊന്നും ഇല്ലാണ്ട് ഒരു പുതിയ ഫുഡ് ഉണ്ടാക്കുമ്പോൾ അതിന് സോളില്ലാത്ത എന്തോ സംഭവം ഉണ്ടാക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഭക്ഷണം 1000-ൽ പരം വർഷം മുമ്പേ ഉള്ള നമ്മളുടെ ക്വിസിൻ 99% വീഗനാണ്. അപ്പോൾ ഒരു ഇതിനകത്ത് പ്രഥമനകത്ത് ചേർക്കുന്ന ഒരു നെയ്യോ അല്ലെങ്കിൽ അവിയല്ലോ ചേർക്കുന്ന തൈരോ, അതൊക്കെ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ പ്രഥമനകത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ തേങ്ങാക്കൊത്തിട്ട് അല്ലെങ്കിൽ ഉണക്കമുന്തിരിയും ഏലക്കയും കശുവണ്ടി വറുത്തിട്ടാലും വലിയ ഫ്ലേവർ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ആനിമലിൻ്റെ ഒരു പ്രൊഡക്ട്സും യൂസ് ചെയ്യാത്തൊരു ക്വിസിൻ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ട്രഡീഷണലി. ഇപ്പോൾ ഒരു അതേ സമയത്ത് ഒരു വടക്കേ ഇന്ത്യയിൽ പോയി ഒരു ഭക്ഷണം അവർക്ക് ട്രഡീഷണൽ കഴിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, പനീറോ പാലോ തൈരോ ഇല്ലാത്ത ഒരു അവരുടെ ബേസ് അതാണ്. നമ്മളുടെ തേങ്ങയോ അല്ലെങ്കിൽ തേങ്ങയുമായിട്ട് ബന്ധപ്പെട്ട ഭക്ഷണമാണ്. അപ്പോൾ അത്രയും ട്രഡീഷനായിട്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ ആളുകൾ ഇപ്പം വീഗന് വേണ്ടി തേടി നടക്കുമ്പോൾ ഇവിടെ വന്നാൽ അതിൻ്റെ ഒറിജിൻ കഴിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒരു ഷെഫ് ന്യൂലി ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂഷൻ ഡിഷ് കഴിക്കുന്നതിനെ പോലും ചരിത്രപ്രധാനമുള്ള ഒരു അവിയൽ കഴിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു മത്തങ്ങയും ചെറുപയറൊക്കെ ചേർത്ത് എരിശ്ശേരി കഴിച്ച് അവർ അതിൻ്റെ ആ ഒരു റൈസൊക്കെ ആയിട്ട് കഴിച്ചാൽ ഒരു വീഗൻ കൺസെപ്റ്റ് ലോകത്ത്
വലിയ രീതിയിൽ പ്രചാരമായിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു തൃപ്തിയായിട്ട് വരിക. എനിക്ക് തോന്നുന്നു കേരള ക്വിസീന് നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസിഡർ ശരിക്കും ഷെഫ് തന്നെയാണ്. കാരണം കേരള ക്വിസീന് മാത്രമല്ല, ഞാൻ ഇന്ന് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ആലോചിച്ചു, അതായത് നമുക്ക് സോഷ്യൽ മീഡിയ മൊത്തത്തിൽ കൊല്ലം കുറച്ചൊരു നെഗറ്റീവ് കൊണോട്ടേഷനിലൊക്കെ സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഷെഫിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഹീസ് വെരി പ്രൗഡ് അബൌട്ട് കൊല്ലം. എന്നിട്ട് അതിൻ്റെ കാര്യകാരണ സഹിതം അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിൽ ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് കിട്ടുന്നത്, ഫ്രഷ് വാട്ടർ ഫിഷ് കിട്ടുന്നത്, ഒരു പ്രത്യേക മീനിൻ്റെ കാര്യമൊക്കെ ഷെഫ് അതിൽ പറയുന്നുണ്ട്, വേറെ എങ്ങും കിട്ടുന്നില്ല എന്ന് പറഞ്ഞത്. അല്ല, ഈ കൊല്ലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഞാനിത് കുറേ സ്ഥലങ്ങളിൽ, ഞാനിപ്പോൾ ഒരു ബ്രിട്ടീഷ് സിറ്റിസനുള്ള ലോകം മുഴുവനല്ല കുറേ രാജ്യങ്ങളിലൊക്കെ പോയി, അല്ല കേരളത്തിൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഈ കഴിഞ്ഞ ഈ റെസ്റ്റോറൻറ്റ്സ് തൊട്ട് ഇപ്പോൾ ട്രിവാൻഡ്രം മുതൽ കണ്ണൂർ വരെയൊക്കെ നമുക്ക് റെസ്റ്റോറൻ്റ് ആണ്, മൾട്ടിപ്പിൾ ടൈം പല രീതി വിസിറ്റ് ചെയ്യണം, എല്ലാത്തരം ഭക്ഷണവും കഴിക്കും. അപ്പോൾ ഈ കൊല്ലത്ത് ഞാൻ നോക്കുമ്പോൾ ഇത്രയും അവിടെ ഇപ്പോൾ ഒരു പേരെടുത്ത് നമ്മുടെ ഒരു ജലസമ്പത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞപ്പോൾ പാലരുവി മുതൽ അരുവി, പുഴ, കല്ലടയാറ്, അഷ്ടമുടി കായൽ, ശാസ്താംകോട്ട തടാകം. അപ്പോൾ ഈ വെള്ളവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഒരു ജില്ലയിലുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു കുളം മുതൽ പുഴ, അരുവി, അല്ലെങ്കിൽ ഈ പറഞ്ഞ കടൽ, അഷ്ടമുടി കായലിൻ്റെ ശാസ്താംകോട്ട അഷ്ടമുടി കായലിൽ തന്നെ 8 വ്യത്യസ്തമായ സംഭവങ്ങൾ. അതുപോലെ അറബിക്കടൽ. അപ്പോൾ കടൽ, കായൽ, പുഴ, അരുവി, കുളം മുതൽ തടാകം മുതൽ എല്ലാം ഒരു ചെറിയൊരു ജില്ലയിൽ വരുന്നു. അത്രമാത്രം അത്രയും വ്യത്യസ്തമായ മത്സ്യസമ്പത്തുള്ളൊരു സ്ഥലം. ലോബ്സ്റ്റർ ഒഴികെ, ലോബ്സ്റ്റർ നമ്മുടെ വേർഷനിൽ കിട്ടുന്നുണ്ട്, സ്കാലപ്പ് ഒഴികെ. ഞാൻ കണ്ടിട്ടുള്ള 1-2 ലോകത്തെ ഏറ്റവും ബെസ്റ്റ് സീ ഫുഡിലൊന്നാണ് സ്കാലപ്പ്. അതൊഴികെ ബാക്കി എല്ലാം ഈ കൊല്ലത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ലൊരു ജില്ലയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ഇതുകൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു കൊല്ലത്ത് റെസ്റ്റോറൻറ്റ് തുടങ്ങിയതിന് പേരിട്ടത് പോലും മീനാണ്. അതെ അതെ അതെ. നമ്മൾ ഡിഷിൻ്റെ ഒരു സോളിനെ കുറിച്ചൊക്കെ ഫുഡിൻ്റെ ഒരു സോളിനെ കുറിച്ചൊക്കെ ഷെഫ് സംസാരിച്ചു. നമ്മൾ കഴിഞ്ഞ ടോക്കിലും ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൻ്റെ ഒരു ഇതിനെക്കുറിച്ച്. ഇപ്പം എല്ലാവരും ഇൻസ്റ്റഗ്രാമബിൾ ആയ ഡിഷസിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. പ്രസന്റ് ചെയ്യുമ്പം ഇറ്റ് ഷുഡ് ലുക്ക് ഗുഡ് ടു യുവർ ഐസ് എന്നുള്ളത്. ഒരു പക്ഷെ അതിനു വേണ്ടി ട്രൈ ചെയ്യുമ്പം ഈ സോള് നഷ്ടപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമുക്ക് ചില ഫുഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്രയോ ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ഷെഫ്സ് അതിൻ്റെ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന എഡിബിളായിട്ടുള്ള പല സംഭവങ്ങളൊക്കെ ചേർത്ത് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു തോട്ടിൽ ഒരു ഭയങ്കര സൂപ്പർ പ്ലേറ്റിങ്ങിനെക്കാട്ടിലുപരി ഒരു നല്ല രീതിയിൽ ഗാർണിഷ് ചെയ്ത സോളായിട്ടുള്ളൊരു ഫുഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ടിനുമുണ്ട് അതിൻ്റെ ആവശ്യക്കാർ. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും ഒരു പിക്ചർ അവർ കഴിച്ച ഭക്ഷണം എന്താണെന്ന് ലോകത്തോട് വിളിച്ച് പറയുക എന്നുള്ള ഒരു സംഭവമുണ്ട്. അപ്പം ആ രീതിയിൽ ഞാൻ ഒരു ഭയങ്കരമായ സൂപ്പർ പ്ലേറ്റിങ്ങിനെക്കാട്ടിൽ താല്പര്യപ്പെടുന്നത് ഒരു ജെന്യൂനായിട്ട് ഡെക്ക് ചെയ്ത ഏറ്റവും മികച്ച കുക്കിംഗ് പ്രോസസ്സുള്ള, അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഫസ്റ്റ് കാണുമ്പോൾ ഭംഗിയെക്കാട്ടിൽ അത് കഴിച്ചതിൻ്റെ ആ പ്ലേറ്റ് ക്ലീനായിട്ട് പോവുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. സോഷ്യൽ മീഡിയയെ കുറിച്ച് ചോദിക്കുമ്പം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതിരിക്കാൻ പറ്റില്ല. അതായത് ഷെഫ് സോഷ്യൽ മീഡിയയിലൂടെ പോപ്പുലർ ആയ ഒരാളാണ്, അറ്റ്ലീസ്റ്റ് കേരളത്തിലെങ്കിലും. യു ആർ ഓൾറെഡി പോപ്പുലർ. പക്ഷെ സ്റ്റിൽ ഷെഫ് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഫുഡാണ്. ഫുഡ് വളരെ ഹൈലി റിലേറ്റീവ് ഒരു കാര്യമാണ്. സിനിമ പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർക്കും ഇഷ്ടങ്ങൾ വേറെയാണ്. ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല മറ്റൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഡെഫിനറ്റ്ലി നമുക്ക് ക്രിറ്റിസിസം ഉണ്ടാവും. ഷെഫ് വളരെ ഓപ്പൺ ആയിട്ടും വോക്കലായിട്ടും സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഹൗ ഡു യു ഹാൻഡിൽ ദിസ് ക്രിറ്റിസിസം? കാരണം ഷെഫ് തന്നെ കൂടുതലായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഹൗ ഡു യു ഹാൻഡിൽ ദിസ്? ഇത് ഭയങ്കര, എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് 2005 അപ്പോൾ ആ ഫേസ്ബുക്ക് തുടങ്ങിയ സമയത്ത് ഇതിനകത്ത് വരാൻ പറ്റുമോ, അല്ലാതെ ഓർക്കുഡ് മുതൽ നമ്മൾ ഇതിനകത്തുണ്ട്. ഇൻസ്റ്റാഗ്രാം നമ്മുടെ മുമ്പിൽ കൂടെ വന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കുറേ നാൾ ഇതിന് താല്പര്യമുള്ള ഒരാളെന്ന നിലയിൽ ഇതിനകത്ത് എന്തൊക്കെ സംഭവിച്ചു, ഇതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയുകയും അത് ശരിക്കും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു യൂട്ടിലൈസ് ചെയ്യുക, അല്ല അതിന് വിനിയോഗിക്കുക. എൻ്റെ സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഗുണങ്ങൾ അത് കൃത്യമായ രീതിയിൽ വിനിയോഗിച്ചതിൻ്റെ ഒരുപാട് ബെനിഫിറ്റ് കിട്ടിയ ഒരാളാണ്. ഇപ്പം ഞാൻ ഈ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ ഈ 3 വർഷം കൊണ്ട് ഏകദേശം ഈ 10 ഇത്രയും റെസ്റ്റോറൻറ്റ്സും ഒരു വലിയൊരു 100 കോടിക്ക് മേലെ ടോട്ടൽ റവന്യൂ ഒക്കെ ചെയ്യാൻ പറ്റിയിട്ട് 1 റുപ്പി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡിങ്ങും വെച്ച് മാത്രം ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എൻ്റെ എല്ലാ ഗുണങ്ങളും അത് ബിസിനസ്സിലേക്കോ അല്ലെങ്കിൽ പേഴ്സൺ എന്ന നിലയിലോ കിട്ടിയതാണ്. അപ്പോൾ അത് എങ്ങനെ എല്ലാവരും അതിൻ്റെ സാധ്യതകൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക. അപ്പോൾ മാധ്യമം എന്ന നിലയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു പേഴ്സണൽ ബ്രാൻഡിങ് ചെയ്യാനുള്ള ഒരു സംഭവം തന്നെയാണിത്. അപ്പോൾ അത് ഇതിനകത്ത് ഈ പറഞ്ഞ നെഗറ്റിവിറ്റി വരും. അപ്പോൾ അതൊക്കെ എങ്ങനെ പോസിറ്റീവായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. വി ആർ ഓൾമോസ്റ്റ് ടൈം. ഒരു ക്വസ്റ്റ്യൻ, ഇത് ഞാൻ ഷെഫുമായിട്ട് സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എനിക്ക് 2-3 ഫ്രണ്ട്സ് അയച്ച ക്വസ്റ്റ്യനിൽ ഒന്നായിരുന്നു. അതായത്
നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ തന്നെ ഷെഫ് നമസ്കാരം കൂട്ടുകാരെ എന്ന് വിളിച്ച് വന്ന് സ്നേഹം വാരി വിതറി വളരെ സാധാരണക്കാരുമായിട്ട് ഇടപഴകി വന്നാണ് ഷെഫ് കേരളത്തിൻ്റെ ഒരു സമൂഹത്തിലേക്ക് എത്തിയത്. അപ്പം അവരെന്നോട് ചോദിക്കാൻ പറഞ്ഞ ചോദ്യം, സാധാരണക്കാർക്ക് വേണ്ടി ഷെഫ് എന്നായിരിക്കും ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങുക, എപ്പോഴും വാക്ക് ഇൻ ചെയ്യാൻ പറ്റുന്ന ഒരു അത് ഞാനത് എല്ലാവർക്കും സത്യം പറയാൻ അത് ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. ഈ പറഞ്ഞ പോലെ മാരിയറ്റ് പോലെ ഒരു പ്രസ്റ്റീജ് ഗ്രൂപ്പ്, ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഗ്രൂപ്പ് ഇൻവെസ്റ്റ് ചെയ്ത് ഫോറം മുകളിൽ അവിടെ ഒരു മീൽസിന് 100 രൂപയ്ക്ക് ഒരു ഊണ് കൊടുക്കുക എന്നുള്ള രീതി വന്നതാണ്. പിന്നീട് ഞാൻ സഞ്ചാരി എന്ന് പറഞ്ഞൊരു ട്രാവൽ കൺസെപ്റ്റ് ഒരു ട്രാവലേഴ്സിന് വേണ്ടിയിട്ട് ഇപ്പം അത് ഹരിപ്പാടും പാലക്കാടും ബത്തേരിയിലും ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഒരു തേങ്ങാ മാങ്ങ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ്, ഒരു മൾട്ടി ക്യൂസിനായിട്ട് ഒരു വളരെ എക്കോണമിക്കലായിട്ട് എല്ലാവരും കഴിക്കുന്ന ഒരു ക്ലൗഡ് കിച്ചൺ പ്ലസ് ഡൈനിങ് കൺസെപ്റ്റ് ബാംഗ്ലൂർ സ്റ്റാർട്ട് ചെയ്തത് വളരെ വേഗത്തിൽ കേരളത്തിലോട്ട് ഇപ്പോൾ കൊച്ചിയിലും തൃശ്ശൂരും അത് ഓപ്പൺ ആവാൻ പോവാണ്. അപ്പോൾ ഇനി നേരത്തെ പറഞ്ഞ ആ ഒരു ഷെഫ് പിള്ള എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് അത് ഒരു 5 സ്റ്റാർ ഹോട്ടലിൽ ഇപ്പോൾ കൊച്ചിയിലും കോഴിക്കോടും ട്രിവാൻഡ്രത്തുമായിട്ടാണ് വരിക. ബാക്കിയൊക്കെയുള്ള എല്ലാ സ്ഥലങ്ങളിലും എല്ലാവർക്കും കഴിക്കുന്ന പല പല കൺസെപ്റ്റുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ലെറ്റിംഗ് അസ് നോ ദാറ്റ്. ഒരൊറ്റ ക്വസ്റ്റ്യനിൽ ഞാൻ ക്ലോസ് ചെയ്യാണ് ആൻഡ് ഐ വിൽ ഓപ്പൺ ദ ഫ്ലോർ ഫോർ ക്വസ്റ്റ്യൻസ്. ഫേവറേറ്റ് ഡിഷ് ഏതാണെന്ന് ചോദിക്കുന്നത് വളരെ ക്ലീശേ ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷേ നമ്മളിപ്പം കല്യാണരാമൻ സിനിമയിൽ മിസ്റ്റർ പോഞ്ഞിക്കര പറയുന്നുണ്ട്, എനിക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ ഞാൻ 2 പപ്പടം അങ്ങ് കാച്ചെന്ന് പറഞ്ഞു. ഷെഫിന് അങ്ങനെ ഇമോഷൻസുമായിട്ട് ഫുഡ് കണക്ട് ചെയ്യുന്നുണ്ട്? ഒരു വിഷമം വന്നാൽ, സന്തോഷം വന്നാൽ ഷെഫ് എന്തായിരിക്കും കുക്ക് ചെയ്യുക? തീർച്ചയായിട്ടും എനിക്ക് അങ്ങ് പറഞ്ഞ ഭയങ്കര ഇതാണ്. നമുക്കൊരു കുക്കിംഗ് എന്ന് പറഞ്ഞാണ് ഏറ്റവും വലിയൊരു ഹോബിയായിട്ട് നിങ്ങൾക്ക്, അല്ലെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ മേഖലയിലാണെങ്കിലും പ്ലീസ് എൻ്റെ അഡ്വൈസ്, ചെസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങുക. കാരണം കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് വേറെ ഒന്നും ചിന്തിക്കാൻ പറ്റില്ല. വേറെ എന്തൊക്കെ ഹോബി ഉണ്ടെങ്കിലും ഇപ്പോൾ നിങ്ങൾ നല്ല പാട്ട് കേട്ടാലും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ വേറെ ചിന്ത വരും, അല്ലെങ്കിൽ വായിച്ചുകൊണ്ടിരുന്നാൽ വേറെ ചിന്ത വരും. പാചകിച്ചാൽ ഒന്നാമത് കൈ പൊള്ളും, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ മൈൻഡ് എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കും. നിങ്ങളൊരു ചായ ഇട്ടാൽ പോലും അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്താൽ 5 മിനിറ്റ്സ് പാല് തിളച്ച് പൊങ്ങില്ല. അപ്പോൾ മൈൻഡ് എപ്പോഴും അതിനകത്താണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താലും ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞൊരു സംഭവത്തിലേക്ക് ഇറങ്ങി തിരിക്കുക, അതിനകത്തൊരു എൻജോയ്മെൻറ്റ് കണ്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കി കഴിച്ച് ശീലിച്ചാൽ നമ്മൾ വിചാരിക്കും, എനിക്ക് കൈപ്പുണ്യമില്ല, അല്ല എൻ്റെ മുത്തശ്ശിയൊക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത്. അതൊക്കെ വെറുതെയാണ്, അതൊരു മിത്താണെന്നാണ്. നമ്മളൊരു പ്രാക്ടീസ് ചെയ്താൽ 10 തവണ ഒരു മീൻ കറി ഉണ്ടാക്കിയാൽ 11 ടൈം നിങ്ങൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിഷ് കറി ഉണ്ടാക്കും. നമുക്കതിനകത്തൊരു താല്പര്യം വരണമെന്ന് മാത്രമാണ്. അപ്പോൾ കുട്ടികളെ ഉൾപ്പെടെ ഫാമിലിയിൽ കുക്കിങ്ങിലേക്ക് എത്തിക്കാൻ ഏതെങ്കിലുമൊക്കെ ഒഴിവ് സമയങ്ങളിൽ ഈവൻ നിങ്ങൾ എത്ര ബിസി ആയിട്ടിരുന്നാലും ഹസ്ബൻഡ് വൈഫ് 7 ഡേയ്സ് ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ഇതൊന്നും എല്ലാ ദിവസവും പാചകിക്കാൻ പറ്റില്ല, എനിക്കറിയാം. എന്നാൽ പോലും എപ്പോഴെങ്കിലും ഒരു സ്വന്തമായിട്ടൊരു അവസരം കിട്ടിയാൽ പാചകിക്കുക, പാചകം ഒരു ഹോബിയാക്കി മാറ്റിയാൽ ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് കുക്ക് ചെയ്യുന്നു. നമ്മളുടെ ആ ഒരു 1 അവർ നിങ്ങൾ കുക്കിന് വെച്ചാൽ വേറെ ഒരു കാര്യം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഈ കുക്കിംഗ് നല്ല ടേസ്റ്റ് ആക്കണം, അല്ലെങ്കിൽ ഒരു ഗസ്റ്റിന് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു വറിയിലൊക്കെ ആയിരിക്കും അത് ചെയ്യുക. അപ്പം ഡെഫിനറ്റ്ലി എനിക്ക് ഇതേപോലെ നമുക്ക് എന്തെങ്കിലും മാനസികം എന്നല്ല, എപ്പോഴെങ്കിലും സന്തോഷമായാലും ഹാപ്പി ആയാലും കുക്ക് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ഹോബിയാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ, ഇപ്പോൾ ഒരു ചൂട്ടും അല്ലെങ്കിൽ ഒരു വിറക് കിട്ടിയാൽ പോലും, അല്ലെങ്കിൽ ഒരു പാത്രം ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് കുക്ക് ചെയ്യും. അല്ലെങ്കിൽ ഒരു മിഷലിൻ സ്റ്റാറിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് കിച്ചൺ കിട്ടിയാലും കുക്ക് ചെയ്യുന്ന ഒരു തോട്ട് പ്രോസസ്സ് വെച്ച കാരണം എനി മൊമെൻറ്റ് ആരൊക്കെങ്കിലും ഭക്ഷണം പാകം ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അതങ്ങ് ഏറ്റെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. ഓക്കെ, താങ്ക് യു. ഓൺ ദാറ്റ് നോട്ട് വി വിൽ ഓപ്പൺ ദ ഫ്ലോർ ഫോർ ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരുപാട് സമയമില്ല. ഇറ്റ്സ് 2 അമേസിംഗ് പീപ്പിൾ ഓൺ സ്റ്റേജ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആഗ്രഹം ഉണ്ട്, എങ്കിലും ഒരു ചോദ്യത്തിനുള്ള സമയമേ ഉള്ളൂ. അപ്പോൾ ആരാണ് ഹൂസ് കമ്മിങ് അപ്പ് വിത്ത് ദാറ്റ് ക്വസ്റ്റ്യൻ? ഒന്ന് കൈപൊക്കിയാൽ മൈക്ക് അങ്ങോട്ട് എത്തും. യെസ്, അവിടെ. ഹായ്. കണക്ടിങ് എ ലോട്ട് ഓഫ് തിങ്സ്. ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ ചെസ്സിനെ പറ്റി പറഞ്ഞുകൊണ്ട്, ഇപ്പോൾ ചെസ്സിലൊരു വേൾഡ് ചാമ്പ്യൻ ഉണ്ടാകുമ്പോൾ ഉടനെ പാരൻസ് ചിന്തിക്കുക അടുത്ത എവിടെ കുട്ടിയെ കോച്ചിങ്ങിൽ ചേർക്കാറുള്ളതാണ്. ആൻഡ് ഫുഡിനെ പറ്റിയാണെങ്കിലും ചെറിയൊരു ഇൻക്ലിനേഷൻ ഇപ്പോൾ കുക്കിങ്ങിലേക്ക് കാണിക്കുമ്പോൾ, എസ്പെഷ്യലി സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസൊക്കെ കാണുമ്പോൾ പാരൻസ് ഹാവ് ആൻ ഇൻക്ലിനേഷൻ ആൻഡ് ദർ ആർ പ്രോഗ്രാംസ് ലൈക്ക് ദാറ്റ്. പക്ഷേ പലപ്പോഴും നമ്മൾ ഒരു ചെറിയ താല്പര്യത്തിൻ്റെ പുറത്തൊരു കാര്യം പഠിപ്പിക്കാൻ പോയാൽ പിന്നെ ഇൻട്രസ്റ്റ് അവിടെ ചിലപ്പോൾ തീർന്നു പോകാറുണ്ട്. So when it comes to food, when it comes to cooking, ഒരു ജനുവൻ താല്പര്യം, ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു കുട്ടിയെ എങ്ങനെയാണ് ഗൈഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് ഹൗ ടു സ്റ്റാർട്ട് സിമ്പിൾ, ഒരാളുടെ കൂടെ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ദ വീഡിയോ. പക്ഷെ ചെറിയ ഏജിലേക്ക് വരുമ്പോൾ വേർ ഷുഡ് വി ട്രീറ്റ് ദാറ്റ്? ഓർ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ?
തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെയുള്ളൊരു ആവശ്യമായിട്ട് കുറേ പേരൻസ് ഇപ്പോൾ എൻ്റെ അടുത്ത് വരും. എൻ്റെ കുട്ടി ഇത് 4ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ 1ാം ക്ലാസ് മുതൽ അവർക്ക് കുക്കിംഗ് ആണ് താല്പര്യം, ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടൊക്കെ പാലക്കാട് നിന്ന് അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ട്രിവാൻഡ്രത്ത് നിന്നൊക്കെ കൊച്ചിയിൽ വന്നിട്ട് തന്നെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് നമ്മളെ കാണണമെന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം, കാരണം അവർ കുക്കിംഗ് ഭയങ്കര താല്പര്യമുള്ള ചെറിയ പ്രായത്തിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർ പറയുമ്പോൾ നമുക്കതാണ്, അവർക്കൊരു ജെന്യുവൻ താല്പര്യം ഉണ്ടെങ്കിൽ അത് എത്ര നാൾ നിലനിൽക്കും എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ചിലർ ഒരു 3-4 വർഷം കഴിയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ് വരുമ്പോൾ വേറൊരു താല്പര്യത്തിലേക്ക് വരാം. ഭയങ്കര എനിക്ക് അറിയാവുന്ന കഴിഞ്ഞ ഞാനൊരു 7 ഇയേഴ്സ് മുമ്പ് കണ്ട ഒരു കുട്ടി ഇപ്പോൾ അതൊരു ബെസ്റ്റായിട്ട് ഒരു അതിൻ്റെ ഷെഫ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ജോയിൻ ചെയ്ത അനുഭവമുണ്ട്. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റ് എത്ര നാൾ നിലനിൽക്കുന്നു. പാചകത്തിൽ ജെന്യുവൻലി താല്പര്യമുള്ള ഇപ്പം ഏറ്റവും വലിയ രസം എനിക്ക് എൻജിനീയേഴ്സ് ഡോക്ടേഴ്സൊക്കെ അയക്കുന്ന മെസ്സേജ് കാണുമ്പോൾ എനിക്ക് പോലും അറിയില്ല എങ്ങനെ അഡ്വൈസ് ചെയ്യണം. അവർ നല്ല വെൽ പ്രൊഫഷണലാണ്, അവർക്കുള്ളിൽ അവരുടെ ഷെഫായിരുന്നു, പക്ഷെ എന്തൊക്കെയോ കാരണത്താൽ അല്ലെ പേരൻസിൻ്റെ കാരണത്താൽ അവർ വേറെ ആ പ്രൊഫഷൻ തിരഞ്ഞെടുക്കുകയും അവർക്ക് ഇപ്പം നമ്മളൊക്കെ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഷെഫ് പിള്ള എന്നൊക്കെയുള്ള കുറേ കണ്ടിട്ടൊക്കെ ആയിരിക്കും അവർക്ക് ആ ഉള്ളിൽ ട്രിഗർ ചെയ്തിട്ട് എങ്ങനെ വേണമെങ്കിലും അത് മാറിയിട്ട് ഇനി എന്താണ് ഓപ്ഷൻ ഒന്നുകൂടെ വരാൻ പറ്റും. അപ്പോൾ അവരെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ ചോദിക്കുന്നിടത്ത് പറയും, നിങ്ങൾ അങ്ങനെ ഉണ്ടെങ്കിൽ ബ്രേക്ക് എടുത്ത് ഏതെങ്കിലും റെസ്റ്റോറൻറ്റ്സിൽ ഒരു 3 months ഒരു വോളണ്ടിയർ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻറ്റേൺഷിപ്പ് പോലെ ഒരു 6 month ഒരു ബ്രേക്ക് എടുത്ത് ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലായിട്ട് പിന്നെയും നിങ്ങളെ ആ പാഷൻ നിൽക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു 1 year മതി വേണമെങ്കിൽ ആർക്കെങ്കിലും ഒക്കെ. അല്ലാതെ ഒരു 3 year ഡിഗ്രി ഒക്കെ എടുത്തിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല, വളരെ പ്രൊഫഷണലായിട്ട് ഈ ഒരു ഏജ് കഴിഞ്ഞവർക്ക്. അപ്പോൾ ഇത് എല്ലാ ഏജിലും ഇതുണ്ട്. അപ്പോൾ ആ ഇൻട്രസ്റ്റ് ഒരു കുക്കിംഗ് എന്ന് പറഞ്ഞതിനകത്ത് താല്പര്യമുള്ള ജെന്യൂനായിട്ടുള്ളവർക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇത് ലൈഫ് ലോങ് ആണ്. ഇതൊരു ഏജ് കുറേ കൂടുന്നതനുസരിച്ചിട്ട് ഈ ഒരു മേഖലയുടെ പെട്ടെന്ന് തീരുന്നതല്ല. അപ്പോൾ ഒരു ഷെഫിൻ്റെ ഒരു മെയിൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുക ഒരു 45 years ആണ്. എനിക്കിപ്പോൾ 46 ആയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു മറ്റേ 40 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് അവർ നല്ലപോലെ സീസൺഡ് ആയിട്ട് മൾട്ടിപ്പിൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് 1000 പേരുടെ 5000 പേരുടെയൊക്കെ ഫുഡ് കുക്ക് ചെയ്ത് ഡിഫറെൻറ്റ് മെനു ഒക്കെ പ്ലാൻ ചെയ്ത് അവർക്ക് പിന്നെ ആ ഒരു ലെവൽ ഓഫ് എക്സ്പീരിയൻസ് എത്തും. അപ്പോൾ അങ്ങനെ ഒരു 45 കഴിഞ്ഞ കുറേ ഷെഫ്സുമാരുണ്ട്. 45 to 50 ആ 5 years ആണ് അവരുടെ ഏറ്റവും പീക്ക് ടൈം. അപ്പോൾ അതുകൊണ്ട് ഏജ് ഒന്നും ഇതിനകത്ത് പ്രശ്നമല്ല. താങ്ക് യു. സോ ഷെഫ് has just started. On that note, നമുക്ക് ക്ലോസ് ചെയ്യാൻ തോന്നുന്നു. സോ ഷെഫ്, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് വിത്ത് us. It was such a pleasure talking to you. And thank you for being with us for the last 30 minutes. Thank you so much. Once again, thank you Mridul and thank you Jain for ഇങ്ങനെ ഒരു വലിയൊരു ഞാൻ ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫ്യൂച്ചർ സബ്മിറ്റിനെ കുറിച്ച് ഒരു 6 month മുമ്പ് അറിയാവുന്നതാണ്. അത്രയ്ക്കൊരു പ്ലാൻ ചെയ്തിട്ട് ഒരുപാട് സെഷൻസ് നമ്മളും പോയിട്ടുള്ളതാണ്. അപ്പോൾ വെൽ ഓർഗനൈസ്ഡ് ആയിട്ട് ഫസ്റ്റ് ടൈം തന്നെ ഇങ്ങനെ ഒരു വലിയ രീതിയിൽ ഒരു ഫ്യൂച്ചർ സബ്മിറ്റിന് വേണ്ടിയിട്ട് ചെയ്ത ജെയിൻ യൂണിവേഴ്സിറ്റിക്ക് തന്നെ വലിയൊരു നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ഭാവിയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ യങ് ജനറേഷന് വലിയൊരു ഇൻസ്പയറിങ് സെഷൻസ് ആയിട്ട് ഇത് വരികയും നെക്സ്റ്റ് ഇയർ തൊട്ട് ഇതിലും വലിയ രീതിയിൽ ഇത്രയും വലിയൊരു അതിൻ്റെ ഒരു കോർഡിനേറ്റ് ചെയ്ത് ഇത്രയും വലിയൊരു ഓർഗനൈസ് ചെയ്തതിൻ്റെ ഒരു സിസ്റ്റം നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം എങ്ങനെയാണ് ഇത് വെൽ ഓർഗനൈസ്ഡ്. അപ്പോൾ അത് ഫസ്റ്റ് എഡിഷനാണ്, ഫസ്റ്റ് സീസണാണ്. സോ നമ്മൾ അത് അടുത്ത വർഷവും അല്ലെ അതിനടുത്ത വർഷമൊക്കെ ഇത് കാണുകയാണ് എങ്ങനെയാണ് ഇത് കേരളത്തിൽ എന്ത് ഡെവലപ്മെൻറ്റ്സ് ആണ് ഈ ഫ്യൂച്ചർ സബ്മിറ്റ് കൊണ്ട് വരാൻ പോകുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു പാട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ഓരോരുത്തരെടുത്തും താങ്ക് യു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന നമ്മുടെ ഷെഫ് പിള്ളയുടെ രാശി നമ്മുടെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിലേക്ക് ഇങ്ങനെ പകർന്ന് കിട്ടട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് കോൺവെർസേഷൻ ആൻഡ് ടു പ്രസന്റ് എ ടോക്കൺ ഓഫ് അവർ അപ്രീസിയേഷൻ ഐ ലൈക്ക് ടു ബ്രിങ് ഓൺ സ്റ്റേജ് ഡോക്ടർ ടോം ജോസഫ്, ഡയറക്ടർ ഓഫ് ന്യൂ ഇനിഷ്യേറ്റീവ്സ് വിത്ത് ജെയിൻ യൂണിവേഴ്സിറ്റി. ഇവിടെ സംസാരം നടന്നത് ഭക്ഷണത്തെക്കുറിച്ച് മാത്രമല്ല, ഭക്ഷണം, ബിസിനസ്, സോഷ്യൽ മീഡിയ, അടുക്കളയെ ഡെമോക്രാറ്റൈസ് ചെയ്യുന്നതിനെ പറ്റി വരെ നമ്മുടെ ഷെഫ് സംസാരിച്ചു. ജീവിതത്തെക്കുറിച്ച് തന്നെയായിരുന്നു സംസാരം. താങ്ക് യു ഫോർ ദാറ്റ് കോൺവെർസേഷൻ. താങ്ക് യു. അതിനു മുമ്പ് ഇദ്ദേഹത്തെ ടോം ഞങ്ങളുടെ ഒരു കണക്ഷൻ വെച്ചാൽ നമ്മൾ രണ്ടുപേരും UK കുറേ വർഷമുള്ള ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സബ്മിറ്റിൻ്റെ ആദ്യ ഘട്ടം മുതൽ ഇതിനെക്കുറിച്ച് പറയുകയും 6 month മുമ്പ് അല്ലെ 1 year മുമ്പ് എടുത്ത ഒരു ഫൈനൽ റിസൾട്ടാണ് ഈ കാണുക. അപ്പോൾ ഇദ്ദേഹം എടുത്ത എഫേർട്സ് എന്ത് രീതിയിലൊക്കെയാണ് ഇതിനെ എങ്ങനെ ഏറ്റവും ബെറ്റർ ആക്കാം കേരളത്തിൻ്റെ ഭാവിയിലേക്ക്. അദ്ദേഹത്തിൻ്റെ വേറെ കുറേ ഇതിലും വലിയ സംഭവങ്ങളൊക്കെ UK എനിക്കറിയാം. അപ്പോൾ ഇത് വന്ന് കേരളത്തിലോ അല്ലെ ഇന്ത്യയിലോ ഇത് ചെയ്തത് വേറൊരു ഉദ്ദേശത്തോടാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉദ്ദേശശുദ്ധി എന്ന് പറഞ്ഞാൽ നാട്ടിലേക്ക് എന്തൊക്കെയാണ് നമുക്ക് ഗിവ് ബാക്ക് കൊടുക്കുക. അപ്പോൾ അതൊക്കെ അറിയാവുന്നതുകൊണ്ട് ടോമിന് ഭയങ്കരമായൊരു നന്ദി പറയുകയാണ്. തീർച്ചയായിട്ടും ഒരു ഇൻസ്പയറിംഗ് ആയിട്ട് ഇത്രയും അദ്ദേഹത്തിനെ പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു എഫർട്ടും ഈ ഒരു വലിയൊരു ക്രൂവിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു സംഭവം ചെയ്തത് നേരത്തെ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഇയർ തൊട്ട് ഇതിലും വലിയ രീതിയിലാവും. താങ്ക് യു ടോം, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു കാര്യം പറയാം. ഷെഫ് ഞങ്ങളുമായുള്ള ബന്ധം അതുമാത്രമല്ല, മൃദുലും ഞാനും
എൻ്റെ സ്കൂൾ സമയത്ത് സീനിയറായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എല്ലാ പ്രസംഗ മത്സരങ്ങളിലും ഞങ്ങൾ ഒരുമിച്ചാണ് പയറ്റാറുള്ളത്. പ്രസംഗം, ഡിബേറ്റ് മത്സരങ്ങളിൽ, എല്ലാ യൂത്ത് ഫെസ്റ്റിവൽസിലും. അതാണ് ഞാനും മൃദുലുമായിട്ടുള്ള ബന്ധം. അപ്പോൾ ഈ സെഷൻ ക്യൂറേറ്റ് ചെയ്യാൻ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന മൃദുലാണ്. കാരണം ഇത്രയും രസകരമായിട്ട് ലളിതമായിട്ട് സംസാരിക്കാൻ, ആ കോൺവെർസേഷൻ ലീഡ് ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും നിങ്ങളെ ശരിക്കും പൊളിച്ചെടുക്കാൻ പറ്റിയ ആളെ ഞാൻ കണ്ടുപിടിച്ച്. അതുപോലെ വലിയ ഭക്ഷണപ്രിയനുമാണ്. ഭക്ഷണപ്രിയനുമാണ്. അപ്പം ഞങ്ങൾ അവരോട് പരിചയമാണ്, എൻ്റെ നാട്ടുകാരനും കൂടെയാണ്. അപ്പോൾ രണ്ടുപേരെയും ഒരുമിച്ച് സ്റ്റേജിൽ കെട്ടി നന്ദി. ഷെഫിനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഷെയർ ചെയ്യാറുണ്ട്, ഒത്തിരി ഐഡിയ സംസാരിക്കാറുണ്ട്. ഒരു 3 ദിവസം മുമ്പ് ഞങ്ങൾ KLF കണ്ടേ ഉള്ളൂ. അപ്പം ഇനി ഒത്തിരി സമ്മിറ്റുകൾ ഞങ്ങൾ നടത്തുമ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് വരിക. താങ്ക് യു. ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു സ്നേഹ സമ്മാനം ഷെഫിന് സമ്മാനിക്കുകയാണ്. And now to Mridul George. നിങ്ങൾ 3 പേരും കൂടെ ഒന്ന് മുന്നോട്ട് നിൽക്കണം. Let's take that happy group photograph and capture this moment.